പൊതുവെ ഓൾഡ് ഏജിലുണ്ടാകുന്ന ക്യാൻസേഴ്സ് അഗ്രസീവ് ആയിരിക്കത്തില്ല. പൊതുവേ ഉള്ള ഒരു ഇതാണ്. യങ് ഏജിലുണ്ടാകുന്ന ക്യാൻസേഴ്സ് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. ഇപ്പോൾ 20 വയസ്സുള്ളൊരു കുട്ടിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നിരിക്കട്ടെ, അധികകാലം സർവൈവ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതേപോലെ ഞങ്ങളുടെ ഏരിയയിലും ഈ കൊളറക്ടലായാലും മറ്റ് ആമാശയത്തിലുണ്ടാകും. ഇപ്പം ആമാശയം യങ് ഏജിൽ കൂടി വരികയാണ്. നേരത്തെ ഓൾഡ് ഏജിലായിരുന്നു ആമാശയ ക്യാൻസർ ഞങ്ങൾ 60-ലും 70-ലും കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ 40-ലും 30-ലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ക്യാൻസേഴ്സ് അഗ്രസീവ് ക്യാൻസേഴ്സാണ്. അതെന്തുകൊണ്ടാണ് ഡോക്ടർ യങ് ഏജിൽ കാണുന്ന ക്യാൻസേഴ്സ്? അത് ഒരു പക്ഷേ മ്യൂട്ടേഷൻസിൻ്റെ ഇതുകൊണ്ടാവാം ഈ യങ് ഏജിൽ കൂടുതൽ അഗ്രസീവ്നെസ് കൂടുന്നത്. മറ്റേ ഏജിൽ കൂടുതൽ വരുന്ന അവരുടെ ഈ ഡീനോവോ ഈ സെൽസിൻ്റെ അതിനകത്ത് വരുന്ന മാറ്റങ്ങൾ കൊണ്ടിട്ട് അവർ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും ഓൾഡ് ഏജിൽ വരുന്നത്. മറ്റേത് ജനിതകമായിട്ട് വരുന്നതുകൊണ്ട് പെട്ടെന്ന് വരികയും പെട്ടെന്ന് സ്പ്രെഡാവുകയും, ജനിതകം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമല്ല ഉദ്ദേശിച്ചത്, ഈ മ്യൂട്ടേഷൻസ് ജീനിനകത്തുള്ള മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. ചെറുപ്പക്കാർക്ക് വരുന്ന ക്യാൻസർ അഗ്രസീവാണ്, ഡേഞ്ചറസ് ആണ്. രോഗിയെ സംബന്ധിച്ച് ഈ ട്രീറ്റ്മെന്റ് നടത്തി ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടുക എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് കുറഞ്ഞ കാലം ജീവിക്കുക എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സാധാരണഗതിയിൽ രോഗികൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത്? എത്ര പരമാവധി കൂടുതൽ കാലം? അതെ, നമ്മളത് ഓരോ ഏജിലും ജനത്തിൻ്റെ പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണ്. ഇച്ചിരി ഓൾഡ് ഏജ് ആണ്, ഒരു 70s ഉള്ള ഒരാളുടെ അടുത്ത് ഈ ക്യാൻസർ ഉണ്ട് എന്ന് നമ്മൾ റിവീൽ ചെയ്തതിന് ശേഷം അവരുടെ ഡിസീസിനോടുള്ള പെർസ്പെക്റ്റീവ് ഒരുപക്ഷെ എനിക്ക് എത്രയൊക്കെ ആയില്ലേ, ഇനി ഇതൊക്കെ മതി, ഇതുകൊണ്ടങ്ങ് ജീവിച്ചോളാം, വലിയ പ്രയാസമൊന്നും ഉണ്ടാക്കാതെ വിട്ടാൽ മതി, കഴിഞ്ഞാൽ മതി എന്നൊന്ന്. അതേസമയം ഒരു യങ് ഏജിൽ 30-40 ഒരാൾക്ക് ഇങ്ങനെ വരുവാണെന്നുണ്ട് ഒരിക്കലും അങ്ങനെ പറയില്ല. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ജീവിക്കണം, എനിക്ക് 2 മക്കളുണ്ട്, കൊച്ചു പിള്ളേരാണ്, അവരെ നോക്കാൻ ആളില്ല, ഇതായിരിക്കും അവരുടെ. അപ്പോൾ ഇത് രണ്ടും ഈ ഏജ് അനുസരിച്ച് ഡിഫറെൻ്റ് ആണ് അവരുടെ പെർസ്പെക്റ്റീവ് ടുവേഴ്സ് ദിസ് ഡിസീസ്. പക്ഷേ അതായത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിറ്റീരിയോറേറ്റ് ചെയ്ത് കൂടുതൽ നാൾ ജീവിക്കുന്നതാണോ അതോ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത്? നമ്മളെപ്പോഴും പ്രാമുഖ്യം കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് ലൈഫിനാണ്. നമ്മളെപ്പോഴും ഒരാൾ സഫർ ചെയ്ത് ജീവിക്കുന്നതിന് ഒരിക്കലും നമ്മൾ പ്രാമുഖ്യം കൊടുക്കാറില്ല, ക്വാളിറ്റി ഓഫ് ലൈഫിനാണ് കൂടുതലും. ഡോക്ടറിന് മുന്നേ എത്ര പേഷ്യൻസ് വന്നിട്ടുണ്ട്? ആരെങ്കിലും ഒരാൾ പറയുകയാണ് എനിക്ക് ട്രീറ്റ്മെന്റ് പോകാൻ താല്പര്യമില്ല, ഞാൻ ജീവിക്കുന്ന ഇഷ്ടം പോലെ കുറേ ഈ അടുത്ത കാലത്ത് ഉണ്ട്. അതെങ്ങനെയായിരുന്നു? ഇപ്പോൾ ഈ അടുത്ത കാലത്തുള്ള ഒരു 77 years ഉള്ളൊരു ആളുണ്ടായിരുന്നു. CA esophagus. He knows that he is having CA esophagus, അതായത് ഫുഡ് പൈപ്പിനകത്ത് ഉണ്ടാകുന്ന ക്യാൻസർ. ഡോക്ടറെ എനിക്ക് അധികാരമൊന്നുമില്ല, ഇത് ആഹാരം ഇറങ്ങിയപ്പോൾ നിങ്ങൾ പൈപ്പ് ഇടുമെന്ന് പറയും, സ്റ്റെൻറ്റ് ഇടുന്നതിനാണ് ഈ പൈപ്പ് ഇടുന്നതെന്ന് പറയുന്നത്. പൈപ്പ് ഇട്ട് തന്നാൽ മതി, എനിക്ക് ആഹാരം കഴിക്കണം, സുഖമായിട്ട് മരിക്കണം. ചാൻസ് ഈ മറ്റേ അന്ന് പറഞ്ഞ ആൾ യങ്സ്റ്റർ ആയിരുന്നു കേട്ടോ, എനിക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചത് യങ്സ്റ്റർ ആയിരുന്നു, ജസ്റ്റ് 40s ആയിരുന്നു. പിന്നെ ഈ one of the problems that cancer patients encounter is ഈ കേരളത്തിൽ തന്നെ ഒരുപാട് പേഷ്യൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ പേഷ്യന്റ് ലോഡ് പെർ ഡോക്ടർ ഇസ് ജസ്റ്റ് ടു മച്ച്. അങ്ങനെ വരുമ്പോൾ പേഷ്യന്റുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, to actually talk to them or patient and relatives who had communication, normal screening ന് വരുമ്പോൾ പോലും ഹാർഡ്ലി 5 minutes ആണ് കുറഞ്ഞു വരികയാണ്. പ്രത്യേകിച്ചും ഞങ്ങൾ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി ഒരു ചെറിയ ഡിസ്കഷൻ നടത്തിയിരുന്നു. ഒരാൾ ഭയങ്കര പോപ്പുലർ ആണെങ്കിൽ ആളത്തോട്ട് ഈച്ച പൊതിയുന്നുള്ള ആളുകൾ കയറുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. എന്നാൽ വേറൊരാൾ വിദഗ്ധനാണെങ്കിൽ അങ്ങോട്ട് ആൾ പോപ്പുലർ അല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ആളുകൾ കയറാത്തൊരു അവസ്ഥയുണ്ട്. ഈ നമ്മളെല്ലാം മനുഷ്യരാണ്, ഈ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ നമ്മളാരും കോഴ്സ് അല്ല, മനുഷ്യരാണ്. ഞാൻ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? പേഷ്യൻ്റ് ലോഡ്. അപ്പം ഒരാൾക്ക് നമ്മൾ മനുഷ്യരാണ്, നമ്മൾക്ക് ഇവരുടെ പേഷ്യൻ്റ് സംസാരിക്കുക മാത്രമല്ല, പേഷ്യൻ്റെ കൂടുതൽ സ്റ്റേജിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഇൻട്രിക്കസീസിലോട്ട് പോകുക മാത്രമല്ല, പേഷ്യൻ്റെ എമോഷണൽ ആസ്പെക്ട്സ് നമ്മൾ മനസ്സിലാക്കണം, ബൈസ്റ്റാൻഡേഴ്സിൻ്റെ എമോഷണൽ ആസ്പെക്ട്സ്, അതിനെല്ലാം അവരുമായിട്ട് ഇൻട്രാക്ഷൻ ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പലയിടത്തും ഈ ഒരു സാധനം ഓവർകം ചെയ്യുന്ന ടീമിനെ വെച്ചിട്ടാണ്.
ഒരിടത്ത് ഇൻ്റർവ്യൂ ചെയ്തിട്ട് കംപ്ലീറ്റ് എഴുതി വെക്കും. നിങ്ങൾ എഴുതി വെച്ച സാധനങ്ങൾ മാത്രം നോക്കും. നിങ്ങൾ ആ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യും. ഒരു തരത്തിൽ നമ്മൾ എമോഷണൽ ബോണ്ട് ഇല്ലാതാക്കും. പേഷ്യൻറ്റും ഡോക്ടറും തമ്മിലുള്ള എമോഷണൽ ബോണ്ട് ഇല്ലാതാക്കും. അല്ലാതെ ഈ ബൾക്ക് ഓഫ് പേഷ്യൻസിനെ കണ്ട് എഴുതി വിട്ട് അങ്ങനെ അതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. അത് പേഷ്യൻറ്റിൻ്റെ അവസ്ഥയ്ക്ക് മോശം ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ സെലിബ്രിറ്റി ഡോക്ടേഴ്സ്, ഓങ്കോളജിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരും ഇതിനോട് ശരിക്കും നീതി പുലർത്തുന്നില്ല എന്ന് വേണേൽ പറയാം. എന്ന് വേണേൽ പറയാം. ഇമോഷണൽ ബോണ്ട് ഒരു തരത്തിൽ അവോയ്ഡ് ചെയ്യില്ല. ഇപ്പൊ താങ്കളുടെ മുന്നേ ഒരു പേഷ്യന്റ് ഉണ്ട്, താങ്കൾക്ക് ആ പേഷ്യന്റുമായിട്ട് ഓവർ എ പീരീഡ് ഒരു സൗഹൃദം ഡെവലപ്പ് ചെയ്യും. സ്വാഭാവികമായിട്ടും then it's not a doctor patient relation അല്ലേ, ഒരു more of a friend ആണ്. അത് പക്ഷേ നമ്മളെങ്ങനെ എടുക്കുന്നു അവരെങ്ങനെ എടുക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഈ ചിലപ്പം നമുക്കൊരു പേഷ്യൻ്റ് ഡോക്ടർ റിലേഷൻഷിപ്പ് കൂടുമ്പം അവർ നമ്മുടെ നമ്പർ ചോദിക്കും, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. അവർക്കറിയത്തില്ല നമ്മൾ മറ്റൊരു പേഷ്യൻ്റുമായിട്ട് എൻഗേജ്ഡ് ആണ്, അല്ലെങ്കിൽ മറ്റൊരു പേഷ്യൻ്റെ കാര്യത്തിൽ നമ്മൾ ഇൻവോൾവ് ആണെന്ന് മനസ്സിലായിരിക്കും. ഈ അടുത്തിടയ്ക്ക് എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ട്, ഭയങ്കര എമോഷണലി, ഷീസ് 80, ഭയങ്കര എമോഷണലി, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ കരയുകയും പിടിക്കുകയും ചെയ്യുകയും ചെയ്തെന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് അവർക്ക് സ്ട്രോക്ക് വന്നിട്ട് മരിച്ചുപോയി. അപ്പം നമുക്കും ഭയങ്കര വിഷമമാണ്. പേഷ്യൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമുക്കും ഭയങ്കര വിഷമമാണ്. അത് പാടില്ലാത്തതാണ്. പക്ഷേ അതില്ലാതെ നമുക്ക് ഇതെല്ലാം നമ്മുടെ സഹജീവികളല്ലേ, ഈ പ്ലാനറ്റ് ജീവിക്കുന്ന ആൾക്കാർ. ഡോക്ടർ, അതുപോലെ സ്ത്രീകളുടെ ഇടയിലുള്ള ക്യാൻസർ കൂടി വരുന്നു എന്നുള്ളതല്ലേ ഫാക്ട്? അത് സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് ഈ അവയവങ്ങൾ എക്സ്ട്രാ ഉണ്ടായതുകൊണ്ട് അവർക്ക് ക്യാൻസേഴ്സ്, ഇപ്പോൾ യൂട്രസ്, അവർക്ക് അവയവം, ഓവറി, അവർക്ക് അധികം കൂടുതലായിട്ടുണ്ടായതുകൊണ്ട് അതിനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് നമ്പർ കൂടി. ബ്രസ്റ്റ്, അപ്പോൾ ആ ബ്രസ്റ്റ് സ്ത്രീകൾ കൂടുതലായത് എന്ന് വെച്ചാൽ അവർക്കാണ് അവരുടെ ഇതെന്നുള്ളത് കൊണ്ട് ആ ക്യാൻസേഴ്സ് കൂടുതലാണ്. നമ്പേഴ്സ് കൂടുതൽ. പക്ഷേ ഞങ്ങളുടെ GI സർജറി നോക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളില്ല. അതായത് സെക്സ് വെച്ചിട്ട് മാറ്റി നിർത്താവുന്ന അവയവങ്ങളില്ല, മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾക്ക് പുരുഷന്മാരിലാണ് കൂടുതൽ. ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ക്യാൻസർ നോക്കുമ്പോൾ പുരുഷന്മാരിലാണ് കൂടുതൽ. അതാ പറഞ്ഞത്. അതിൽ ജെൻഡർ വരാനുള്ള കാരണം എന്തായിരിക്കും? അത് കൂടുതലും ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ആവാം. ഫുഡ് ഹാബിറ്റ്സ്, ടോക്സിക് എൻവയോൺമെന്റിനുള്ള എക്സ്പോഷർ കൂടുതൽ ആയിരിക്കും കൂടുതൽ. എൻ്റെ റീജിയനല്ല. അവർ ഗൈനക്കോളജിസ്റ്റ് പറയുന്ന അനുസരിച്ച് ചെയ്തു കൊടുക്കും, സർജറി ചെയ്തു കൊടുക്കും, പ്രത്യേകിച്ച് ലാപ്രോസ്കോപ്പി സർജറി ചെയ്തു കൊടുക്കും. പക്ഷേ അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം അവരുടെ ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കുന്നു. പുരുഷന്മാരിലെ ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പോൾ കൂടുതലായി ഡിറ്റക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതെ, ഇപ്പോൾ അതിൻ്റെയും കാരണം ഒബേസിറ്റിയാണ്. ഒബേസിറ്റി ആണ് ഗൈനക്കോമാസ്റ്റി എന്ന് പറയുന്ന സംഭവം. ഗൈനക്കോമാസ്റ്റി ഉള്ളവർക്കാണ് കൂടുതലും ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത്. അപ്പോൾ അത് ഈ ഒബേസിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ് കൂടുതലും ഈ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഇൻ മെയിൽസ് കൂടുതൽ വരുന്നത്. പക്ഷേ കഴിഞ്ഞ കാലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും കൂടുതലാണ്.